സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നീ ഇപ്പോൾ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുക. നീ കാണുന്നത് ജീവിക്കുന്ന കർത്താവിനെയാണ്. നിൻ്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ജീവനുള്ള ഈശോയ്ക്ക് ജീവനുള്ള ആരാധന നമുക്ക് ഒരുമിച്ച് നൽകി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 16-ാം അധ്യായം ഇതിൻ്റെ 8 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടെന്നുള്ളതാണ്. സംഗീതം പറയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. സങ്കീർത്തകനോട് ചേർന്ന് ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, ഹൃദയം കൊണ്ട് പറഞ്ഞ എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന എന്നാ, നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രശ്നമുണ്ടെന്നല്ലേ, നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്നല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നമ്മൾ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന വിഷയമുണ്ടെന്നല്ലേ. ഇപ്പോൾ നീ കർത്താവിനെ കാണുന്ന കണ്ണുകളാണ് നിൻ്റേത്. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നീ പറ, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഒരു പ്രശ്നമുണ്ടെന്നല്ല നീ പറയണ്ടേ, എനിക്കൊരു കർത്താവുണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും എൻ്റെ വേദനകളുടെ നടുവിലും എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിലും എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട്. സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എന്നിട്ട് അടുത്ത വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. സങ്കീർത്തകൻ പറഞ്ഞു, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്ത് എൻ്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. വല്ലാതെ പിടിച്ച് കുലുക്കുന്ന ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാതെ കണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആകാം ഒരുപക്ഷെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ചില കൊടുങ്കാറ്റുകൾ, ചില രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ, ചില തടസ്സങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മളെ വല്ലാതെ പിടിച്ച് കുലുക്കുന്നുണ്ടാകാം. സങ്കീർത്തകൻ പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എന്തൊരു ശക്തമായ ഭാഷയിലാണ് സങ്കീർത്തകൻ പറയുന്നത് നോക്കിയേ. അപ്പോൾ കുലുങ്ങേണ്ട അല്ലെങ്കിൽ ജീവിതം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നതിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും സങ്കീർത്തകൻ പറയണം, ഞാൻ കുലുങ്ങില്ല, കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട്. എന്ത് പറയാണ്? അതിനാൽ കർത്താവ് എൻ്റെ കൺമുമ്പിലുള്ളതിനാൽ, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. മനോഹരമായ വാക്കുകളാണ്. അതിനാൽ ഏതിനാൽ? എൻ്റെ കർത്താവ് കൺമുമ്പിലുള്ളതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഹൃദയത്തിൽ സന്തോഷം നിറയാൻ തുടങ്ങി. സങ്കീർത്തകൻ്റെ അന്തരംഗം ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി. എപ്പോഴാ? കർത്താവിനെ കൺമുമ്പിൽ ദർശിച്ചപ്പോൾ. അത് ഈ 3 മണിയുടെ കൃപയുടെ കരുണയുടെ മണിക്കൂർ സമയം മാത്രമല്ല, ഈ ദിവ്യകാരുണ്യത്തിൽ നാം ഈശോയെ കാണുമ്പോൾ മാത്രമല്ല, നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കാണുമ്പോൾ മാത്രമല്ല, സങ്കീർത്തകൻ പറഞ്ഞത് എൻ്റെ കണ്ണുകൾ എപ്പോഴും അവിടത്തെ കാണുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. രോഗം വരുമ്പോഴും സഹനം വരുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എൻ്റെ കൺമുമ്പിൽ നിന്ന് കർത്താവ് മാറിപ്പോകുന്നില്ല. ഞാൻ എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പ്രതിസന്ധികൾ ഏറുമ്പോഴും ഞാൻ പ്രതിസന്ധികളിലേക്കല്ല നോക്കുന്നത്. പ്രശ്നങ്ങൾ ഏറുമ്പോൾ ഞാൻ പ്രശ്നങ്ങളിലേക്കല്ല നോക്കുന്നത്. ജീവിതത്തിൻ്റെ പല ഏടുകളിലും തകർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളുമായി നീ മല്ലടിക്കുമ്പോൾ ആ വിഷയങ്ങളിലേക്കല്ല നോക്കുന്നത്. മറിച്ച് ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു, എൻ്റെ നയനങ്ങൾ അവനെ ദർശിക്കുന്നു. അതെപ്പോഴും എൻ്റെ കർത്താവിൻ്റെ കൺമുമ്പിലുണ്ട്. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നു. മക്കളെ, ഹൃദയം കൊണ്ട് ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകളിലാകാം നീ പായിരിക്കുന്നത്. നിന്റെ അന്തരംഗത്തിൽ ആനന്ദം അനുഭവിച്ചിട്ട് നാളുകളും വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാകാം. പക്ഷേ ഒരു തെല്ല് സന്തോഷവും ആനന്ദമൊക്കെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ടാകാം. ഇതാ അതിനുള്ള ഏക വഴി, ആ വിഷയത്തിലുള്ള പരിഹാരം സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിക്കുക, ഈശോയെ കാണുക. ഈ ദിവ്യഗാനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ കണ്ണു തുറന്നാൽ അവനെ കാണാൻ പറ്റുന്ന അകലത്തിൽ അവനുണ്ട്. നീ കരഞ്ഞാൽ നിന്നെ കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ ഈശോയുണ്ട്. നിന്റെ ഹൃദയം വിങ്ങിയാൽ നിന്റെ ഹൃദയം വിങ്ങുന്നത് കേൾക്കുന്ന ഒരു ദൈവം നിന്റെ വലതുഭാഗത്ത് നിന്റെ ചാരയുണ്ട്. ഈശോ നിന്നെ കൈവിടില്ല, ഈശോ നിന്നെ തള്ളിക്കളയില്ല, ഈശോ നിന്നെ ഉപേക്ഷിക്കില്ല. വിശ്വസിക്കേ. എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: അങ്ങ് എൻ്റെ ജീവനെ, 11-ാമത്തെ വചനം, അങ്ങ് എൻ്റെ ജീവൻ്റെ മാർഗം എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് അവിടുന്ന് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. എൻ്റെ ജീവന്റെ മാർഗം, ജീവന്റെ വഴി, ജീവിക്കാനുള്ള വഴി കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഞങ്ങൾ. ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ട്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. തമ്പുരാനെ, നീ ഏറ്റെടുക്കണമേ, ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. സന്തോഷിക്കാൻ പറ്റാത്ത മക്കള്, വേദനയുടെ നടുവിൽ വല്ലാതെ ഭാരപ്പെടുന്നവർ, സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിൽ, കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങളുടെ, ജോലി മേഖലകളുടെ ഒക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒക്കെ വല്ലാതെ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്ന മക്കള്, ഈശോയെ നിൻ്റെ കരുണയാൽ എൻ്റെ ഹൃദയത്തിലേക്ക് നിൻ്റെ സ്നേഹവും നിൻ്റെ ആനന്ദവും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും ഉയർത്താം. നമ്മുടെ കണ്ണുനീരുകളെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കാം. ഈശോ ഇതാ മോളെ നിന്നെ കാണുന്നു, ഈശോ നിൻ്റെ വലതുഭാഗത്തുണ്ട്. ആ വിശ്വാസത്തോടെ ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഈശോയേ, ഈശോയേ, ഈശോയേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനമുരുകി കരഞ്ഞിടുമ്പോൾ ദുഃഖിതനായി ഞാൻ കേഴും നേരം, മനമുരുകി കരഞ്ഞിടുമ്പോൾ ദുഃഖിതനായി ഞാൻ തീരും നേരം, ദുഃഖിതർക്കാശ്വാസമായവനേ എന്നരികിലുണ്ട് നീ എന്നുമേ, ദുഃഖിതർക്കാശ്വാസമായവനേ എന്നരികിലുണ്ട് നീ എന്നുമേ.
മുട്ടുമേലായിരിക്കാം. ദിവികാരൻ ഈശോ നമ്മളെ ആശീർവദിക്കുന്ന നിമിഷങ്ങളാണ്. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും, ഇപ്പോൾ ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഈ ദിവസം ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ച സകലരെയും തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.